നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ടും ചില CPM നേതാക്കൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ വാക്കുകൾ. അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലല്ലേ ഒരു ഷെഡ് പൊളിച്ചു തീയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടുള്ള പ്രചരണം നടന്നു. സന്തോഷം ഇവിടെ ചൂണ്ടിക്കാണിച്ചു, പാർട്ടിക്ക് മാതിരി പണിയെടുക്കണമെങ്കിൽ ഈ പുരുഷോത്തമന്റെ ഷെഡ് മാത്രമല്ല, അതിന്റെ അടിയിലുള്ളതെല്ലാം മാന്തിയെടുക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. ഷെഡിൻ്റെ അടിയിലുള്ളതെല്ലാം മാത്രമല്ല, പാർട്ടിയുടെ തന്നെ അടിവേര്, അതായത് CPM എന്ന പാർട്ടിയുടെ തന്നെ അടിവേര് മാന്തിയെടുക്കാൻ ശേഷിയുള്ളവരാണ് നിങ്ങളെപ്പോലുള്ള നേതാക്കൾ. ബാക്കി കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പയ്യന്നൂരിലെ പാർട്ടിയാകെ അങ്ങ് ഒലിച്ചുപോയി തീർന്നുപോയി എന്നൊന്നും ആരും ധരിക്കണ്ട. പാർട്ടി ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയാണ് സഖാക്കൾ ഇങ്ങനെ ഒരു തോൽവി നിങ്ങൾക്ക് സമ്മാനിച്ചത്. നിങ്ങൾ ഓർക്കേണ്ടത് 2021 50,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ CPM ജയിച്ചൊരു മണ്ഡലമാണ് പയ്യന്നൂർ. അതായത് CPMൻ്റെ അതിശക്തമായ കോട്ട. അവിടെ സ്വതന്ത്രനായി നിന്ന V കുഞ്ഞികൃഷ്ണൻ 7,000-ഓളം വോട്ടിൻ്റെ അല്ലെങ്കിൽ 8,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് സഖാക്കൾ CPMനെതിരെ വോട്ട് ചെയ്തത് കൊണ്ടാണെന്ന് ഈ പറയുന്ന മാന്യൻ ഈ KK രാഗേഷ് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് സഖാക്കളെയാണ് എന്ന് ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. പ്രിയപ്പെട്ട രാഗേഷ്, ഈ പാർട്ടി എന്ന് പറയുന്നത് താങ്കളും താങ്കളെപ്പോലുള്ള കുറേ പിണറായിസ്റ്റുകളും മാത്രമല്ല. അത് താങ്കൾ മനസ്സിലാക്കണം. സഖാക്കൾ ഇന്നും VS അച്യുതാനന്ദനെ ഇടനെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് സഖാക്കൾ ഇന്നും CPMലുണ്ട്. അങ്ങനെയല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം കണ്ണുമടച്ച് വിശ്വസിക്കുന്ന കുറേ അടിമകൾ മാത്രമായിരുന്നു CPMൽ ഉണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും ഇത്രയും ദയനീയമായ തോൽവി നിങ്ങൾക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കില്ലായിരുന്നു. അത്രയധികം നുണപ്രചരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും എന്തെല്ലാം പരിപാടികൾ നിങ്ങൾ ചെയ്തു കൂട്ടി, അതിലൊന്നും സഖാക്കൾ വീണില്ല. കാരണം അവർക്ക് യാഥാർത്ഥ്യം അറിയാം. എല്ലാം അവർ തിരിച്ചറിയുന്നുണ്ട്, എല്ലാം അവർ കണ്ണു തുറന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ ഈ പറയുന്ന ജനങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള സഖാക്കളെയും മണ്ടന്മാരാക്കാൻ ഇനിയെങ്കിലും നിങ്ങൾ മുതിരരുത്. യാഥാർത്ഥ്യബോധം കുറച്ചെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് വെറും ഒരു ചൂരൽ കഷായം മാത്രമാണ്. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവാൻ വേണ്ടി, അതായത് കമ്മ്യൂണിസം മറന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ സഖാക്കൾ നിങ്ങൾക്ക് തന്ന ഒരു ചൂരൽ കഷായമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് സഖാക്കൾ നൽകിയ പരാജയം. അത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞ് അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകളാകാൻ VS അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റിനെ മാതൃകയാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. പിണറായി വിജയനെ മാതൃകയാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അധികം വൈകാതെ CPM എന്ന പാർട്ടിയെ സഖാക്കൾ തന്നെ ഒലിപ്പിച്ച് കളയും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് പറയുന്നത്, അഹങ്കാരം മാറ്റിവെക്കുക. ഇനിയെങ്കിലും സഖാക്കളെ വെല്ലുവിളിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.